ഈ വലിയ ബിൽഡിങ്ങിലാണ് BSF ഫോഴ്സിൻ്റെ മ്യൂസിയം ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പരേഡ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ വലിയ കെട്ടിടത്തിന് അപ്പുറത്താണ് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകാനും നല്ല തിരക്കാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറി ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു പരേഡ് അല്ലെങ്കിൽ വാഗ ബോർഡറിൽ ചെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടും എനിക്ക് അവിടെ എത്താൻ പറ്റി, അതൊക്കെ കാണാൻ പറ്റി. എന്തായാലും നമ്മൾ അത് കാണും അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ റെഡിയാണ്. ആൾക്കാർ കുറേയൊക്കെ വന്നിട്ടുണ്ട്, ഇനി കുറേ ആൾക്കാർ വരാനുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ ഡയറിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹി പഞ്ചാബ് ട്രിപ്പിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് ഈ കാണാൻ പോകുന്നത്. മുന്നേയുള്ള എപ്പിസോഡെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കാണുക. ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. യാത്രകൾ മാത്രമാണ് ഈ ചാനലിൽ ഉള്ളത്. ഡൽഹി പഞ്ചാബ് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ പോയിട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പഞ്ചാബിലെ വാഗ ബോർഡറിലാണ്. ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ദേശസ്നേഹി, രാജ്യസ്നേഹി എന്നുള്ള നിലയിലൊക്കെ നമ്മുടെ മനസ്സിലെ ഒരു സ്വപ്നം തന്നെയാണ് വാഗ ബോർഡർ ഒന്ന് സന്ദർശിക്കുകയാണ്. എനിക്കങ്ങനെ ആയിരുന്നു. എനിക്ക് ജീവിതത്തിൽ ഇവിടെ പോയി കാണാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്തായിരുന്നാലും എനിക്കിവിടെ പോകാൻ പറ്റി, വാഗ ബോർഡറിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അത് മാക്സിമം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള പോയി കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഇതുവഴിയെങ്കിലും കാണാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ കോപ്പി റൈറ്റിൻ്റെ വിഷയം ഉള്ളത് കൊണ്ട് മാത്രം കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. ബാക്കി അവിടെ നടക്കുന്ന പരേഡ് കാര്യങ്ങൾ എല്ലാം മാക്സിമം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വാഗ ബോർഡറിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരേ ഒരു മുറിച്ചുകടക്കൽ പാത കടന്നു പോകുന്ന അതിർത്തി പ്രദേശമാണ് വാഗ. ഭാരതത്തിലെ അമൃത്സറിൻ്റെയും പാകിസ്ഥാൻ്റെ ലാഹോറിൻ്റെയും ഇടയിലുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് ഇതിൻ്റെ സ്ഥാനം. വാഗ എന്നത് ഒരു ഗ്രാമം കൂടിയാണ്. ഇതിലൂടെയാണ് വിവാദ റാഡ് ക്ലിഫ് രേഖ കടന്നു പോകുന്നത്. 1947 സ്വതന്ത്ര സമയത്താണ് വാഗ രണ്ടായി ഭാഗിച്ചത്. ഇന്ന് കിഴക്കൻ വാഗ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ വാഗ പാകിസ്ഥാൻ്റെ ഭാഗവുമാണ്. ഏഷ്യയിലെ ബർലിൻ മതിൽ എന്ന് വിളിക്കപ്പെടുന്ന വാഗ അതിർത്തിയിൽ എല്ലാ ദിവസവും പതാക താഴ്ത്തൽ എന്ന ചടങ്ങ് നടന്നു വരുന്നു. ഈ സമയത്ത് അതിർത്തിയിൽ ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയുടെയും പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും അത്യുജ്വലവും ആവേശഭരിതവുമായ സൈനിക പരേഡുകൾ നടക്കാറുണ്ട്. ഈ പരേഡ് അല്പം ശത്രുതയും ആക്രമണ സ്വഭാവവും പുലർത്തുന്നതായി വിദേശികൾക്ക് അനുഭവപ്പെടാമെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ചക്കാരായി സ്റ്റേഡിയത്തിലിരിക്കുന്ന ഇരു രാജ്യങ്ങളിലെയും ജനക്കൂട്ടർക്ക് വിനോദത്തിൻ്റെ രസക്കാഴ്ചകൾ ഒരുക്കുന്നതാണ് ഈ പരിപാടി. ഇരു രാജ്യങ്ങളിലെയും സൈനിക വിഭാഗം വർണ്ണാഭമായ തലപ്പാവുകളോടുകൂടിയ സൈനിക വസ്ത്രങ്ങളായിരിക്കും ധരിച്ചിരിക്കുക. ദൈനംദിന കാര്യങ്ങൾക്കായി ചിലപ്പോൾ ഇരു രാജ്യങ്ങളിലെയും സൈനിക ഉദ്യോഗസ്ഥർ എതിർ രാജ്യത്തിൻ്റെ ഓഫീസുകളിൽ എത്താറുണ്ട്. വർഷങ്ങളായി വാഗ അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു ബാരോമീറ്റർ ആയി നിലകൊള്ളുന്നു. വാഗ ബോർഡറിൻ്റെ ചരിത്രം. വാഗ അട്ടാരി അതിർത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയാണ്. ഇന്ത്യയിലെ പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലും പാകിസ്ഥാനിലെ പഞ്ചാബിലെ വാഗ ജില്ലയിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാഗ അട്ടാരി അതിർത്തിയുടെ ചരിത്രം. 1947 ഇന്ത്യ വിഭജനം മുതൽ കണ്ടെത്താനാകും. വിഭജന സമയത്ത് പഞ്ചാബ് മേഖലയിലൂടെയാണ് അതിർത്തി വരച്ചത്. ഇത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വിഭജിച്ചു. വിഭജനത്തിന്റെ ഫലമായി ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. വാഗ അട്ടാരി അതിർത്തി അഭയാർത്ഥികളുടെ പ്രധാന ക്രോസിംഗ് പോയിന്റായി മാറി. വിഭജനത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ വാഗ അട്ടാരി അതിർത്തി സംഘർഷഭരിതവും അപകടകരവുമായ സ്ഥലമായിരുന്നു. ഇന്ത്യ പാക് അതിർത്തി രക്ഷാസേനകൾ തമ്മിൽ ഇടയ്ക്കിടെ ഏറ്റുമുട്ടൽ ഉണ്ടായി. അതിൽ അതിർത്തി പലപ്പോഴും അടച്ചിരുന്നു. എന്നിരുന്നാലും 1960കളിൽ ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി തുറക്കാൻ സമ്മതിച്ചു. ദിവസേനയുള്ള പതാക താഴ്ത്തൽ ചടങ്ങുകളാണ് ഇത്.
വാഗ അട്ടാരി ബോർഡർ ചടങ്ങ് വാഗ ബോർഡർ സെറിമണി എന്നും അറിയപ്പെടുന്നു. വൈകുന്നേരങ്ങളിലാണ് അതിർത്തി ഔദ്യോഗികമായി അടച്ചിടാനും ഇരു രാജ്യങ്ങളുടെയും ദേശീയ പതാക താഴ്ത്താനും ഇത് ലക്ഷ്യമിടുന്നു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് മുമ്പ് ദേശഭക്തി പ്രകടനങ്ങൾ ഉൾക്കൊള്ളുന്ന പതാക താഴ്ത്തുന്നതിനുള്ള ഒരു ആചാരപരമായ ഷോയുണ്ട്. ദേശീയ ഗാനം, മുദ്രാവാക്യങ്ങൾ, നൃത്തങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി സാംസ്കാരിക പരിപാടികൾ ഇടയ്ക്കിടെ സംഘടിപ്പിക്കാറുണ്ട്. ചടങ്ങിനിടെ സൈന്യം ഘോഷയാത്രയിൽ ഉച്ചത്തിലുള്ള ആർപ്പ് വിളികളോടുകൂടിയും ശക്തമായ കാൽ ചവിട്ടോടുകൂടിയും നീങ്ങുന്നത് ഇത് കടുത്ത യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. ഗൂസ് മാർച്ചിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന മാർച്ചിംഗ് ശൈലി. അവിടെ സൈനികർ അവരുടെ കാലുകൾ വളരെ ഉയരത്തിൽ ഉയർത്തുന്നു. ഈ ഘോഷയാത്ര 45 മിനിറ്റ് നീണ്ടു നിൽക്കും. വാഗ അതിർത്തി ചടങ്ങിനെക്കുറിച്ചുള്ള വസ്തുതകൾ. വാഗ അതിർത്തി ചടങ്ങിനെക്കുറിച്ചുള്ള രസകരമായ ചില വസ്തുതകൾ ഇതാ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള വാഗ അട്ടാരി അതിർത്തിയിൽ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പതാക താഴ്ത്തിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മാർച്ചിംഗ് ബാൻഡ്, ഡ്രം ബീറ്റുകൾ, നൃത്തം എന്നിവ ഇതിനോടൊപ്പമുണ്ട്. ഇത് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഓരോ ദിവസവും അതിർത്തിയിൽ ഇരുവശത്തുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമാണ് ചടങ്ങ്. ചടങ്ങ് സാധാരണയായി ഇന്ത്യയിലും പാകിസ്ഥാനിലും ടെലിവിഷൻ സംപ്രേഷണം ചെയ്യാറുണ്ട്. 2014 നവംബർ 2 വാഗ അട്ടാരി അതിർത്തിയിൽ പാകിസ്ഥാൻ ഭാഗത്ത് ചാവേർ ബോംബാക്രമണം നടന്നപ്പോൾ 60 പേർ കൊല്ലപ്പെടുകയും 110 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2016 സെപ്റ്റംബർ 29 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘടനത്തിന് ശേഷം അതിർത്തി അടയ്ക്കൽ ചടങ്ങ് ആസൂത്രണം ചെയ്ത പോലെ നടന്നു. എന്നിരുന്നാലും ഇന്ത്യൻ ഭാഗത്ത് 2016 സെപ്റ്റംബർ 29 ഒക്ടോബർ 8 ഇടയ്ക്കുള്ള ആ വൈകുന്നേരങ്ങളിൽ പൊതുജനങ്ങൾ ഹാജരാകുന്നത് നിരോധിച്ചിരുന്നു. 2016 ദീപാവലിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി BSF സമ്മാനങ്ങളും ആശംസകളും കൈമാറിയില്ല. ബക്രീദ്, ദീപാവലി തുടങ്ങിയ സുപ്രധാന മതപരമായ അവധി ദിവസങ്ങളിലും ഇതുപോലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യ ദിനങ്ങളിലും അങ്ങനെ ചെയ്യുന്നത് ചരിത്രപരമായ ആചാരമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ ലക്ഷണമാണ്. അട്ടാരിയിലെ അതിർത്തിയിൽ ഇന്ത്യ 360 അടി 110 മീറ്റർ കൊടിമരം നിർമ്മിച്ചതിനു ശേഷം 2017 ഓഗസ്റ്റിൽ പാകിസ്ഥാൻ അതിർത്തിയുടെ വാഗ ഭാഗത്ത് 400 അടി 122 മീറ്റർ കൊടിമരം സ്ഥാപിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ അഭിനന്ദൻ വർദ്ധമാൻ 2019 മാർച്ച് 1 പാകിസ്ഥാനിൽ നിന്ന് മോചിതനായ ശേഷം വാഗ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്നു. ലോജിസ്റ്റിക് പരീക്ഷണങ്ങൾ കാരണം ഉച്ചവരെ അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് പ്രതീക്ഷിക്കാനാകാതെ അന്നത്തെ ചടങ്ങ് മാറ്റിവെച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി കടക്കലുകൾ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ച് വരച്ച റാഡ്ക്ലിഫ് ലൈനിൽ സമീപമാണ് വാഗയുടെ വാസസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ അതിർത്തി കടക്കുന്നതിന് അതിന്റെ പേര് ലഭിച്ചു. 1947 പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് കുടിയേറ്റക്കാർ ഈ അതിർത്തി കടന്ന് ഇന്ത്യയിൽ നിന്നും തിരിച്ചു. അതിർത്തിയിൽ നിന്ന് 110 മീറ്ററും 330 അടി തെക്ക്, 400 മീറ്ററും 130 അടി വാഗ റെയിൽവേ സ്റ്റേഷൻ. എന്തുകൊണ്ടാണ് വാഗ അതിർത്തി പ്രസിദ്ധമായത്? വാഗ അതിർത്തിയിലെ കവാടങ്ങൾ ആചാരപരമായി അടച്ചതും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പതാക താഴ്ത്തുന്നതും ഇതിനെ പ്രശസ്തമാക്കി. ബീറ്റിംഗ് ദി റിട്രീറ്റ് എന്നറിയപ്പെടുന്ന ചടങ്ങ് കാണാൻ ഇന്ത്യയുടെ ഭാഗത്ത് മാത്രം ഏകദേശം 5000 പേർ ഒത്തുകൂടുന്നു. ത്രിവർണ പതാക സൂര്യോദയത്തിന് ശേഷം പറക്കുകയും സൂര്യാസ്തമയത്ത് താഴ്ത്തുകയും ചെയ്യുന്നു. അത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രമേ പറത്താൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യയുടെ പതാക കോഡ് അനുസരിച്ച് വാഗയിൽ പതാക താഴ്ത്തുന്ന സൈനിക പാരമ്പര്യം ഒരു പ്രദർശനമായി രൂപാന്തരപ്പെട്ടു. പ്രദർശനത്തിലുള്ള ഉയർന്ന ശൈലിയുള്ളതും ഊർജ്ജസ്വലവുമായ ദേശീയ വിദ്വേഷം കാണാതിരിക്കുകയും പ്രയാസമാണ്. BSFും പാകിസ്ഥാൻ റേഞ്ചേഴ്സും പരസ്പരം മത്സരിക്കുന്നു. ഉയരത്തിൽ ചവിട്ടാനും വേഗത്തിൽ മാർച്ച് ചെയ്യാനും ഉച്ചത്തിൽ നിലവിളിക്കുവാനും തോക്കുകൾക്ക് വിരുദ്ധമായി ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഗാർഡുകൾ അവരുടെ അനാദരവ്
പ്രകടിപ്പിച്ചും ആരെയെങ്കിലും ശാരീരികമായി ആക്രമിക്കാതെ നിങ്ങൾക്ക് എത്രമാത്രം അസ്വസ്ഥനാക്കാം എന്നതിൽ മികച്ച ഉദാഹരണമാണിത്. ആർക്കാണ് വാഗ അതിർത്തി കടക്കാൻ കഴിയുക? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കോ യാത്ര ചെയ്യാൻ വിസ കൈവശമുള്ള ആർക്കും വാഗ അതിർത്തി കടക്കാം. വാസ്തവത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിൽ കരമാർഗം സഞ്ചരിക്കാനുള്ള ഏറ്റവും പ്രായോഗികമായ ഓപ്ഷനാണ് വാഗ അതിർത്തി ക്രോസിംഗ്. വാഗ പതാക 2017 ഓഗസ്റ്റിൽ അട്ടാരിയിലെ അതിർത്തിയിൽ ഇന്ത്യ 360 അടി കൊടിമരം സ്ഥാപിച്ചു. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ വാഗ ഭാഗത്ത് 400 അടി കൊടിമരം സ്ഥാപിച്ചു. പട്ടേടിയിലെ കൊടിമരം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടിമരമാണ്. വാഗ ബോർഡറിൽ എപ്പോഴും ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പാട്ടും ഡാൻസും പരേഡും അങ്ങനെ തുടങ്ങി ഇരുഭാഗത്തും ഈ കാണുന്ന പോലെ ഗ്യാലറികളിൽ നിറഞ്ഞ കയ്യടിയും ആർപ്പ് വിളികളുമായിട്ട് ആൾക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കാണുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അവിടെയും പരേഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പാട്ടുകൾ അവിടെ ഇടുന്നുണ്ട്. കോപ്പിറൈറ്റിൻ്റെ വിഷയങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് കാണുക, അവിടുത്തെ പരേഡുകളും കാര്യങ്ങളൊക്കെ കാണുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ഉടനെ വരുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങളിരുന്ന് കാണുക. ഓക്കെ, ബൈ.
एक्शन टीवी का प्रयोग करें। एक बार पुनः से आप सभी दर्शकों से विनम्र निवेदन है, कृपया परेड समाप्ति तक सभी दर्शक अपने अपने स्थान पर बैठे रहें। साथ ही आप सभी दर्शकों से निवेदन है, कृपया आप द्वारा जैसे भी अटारी में ली गई फोटोज और वीडियोज को जब सोशल मीडिया पर अपलोड करें तो कृपया बीएसएफ पंजाब के ऑफिशियल हैंडल्स को टैग करना ना भूलें। आप द्वारा पोस्ट की गई बेस्ट फोटोग्राफ्स और वीडियोज को बीएसएफ पंजाब के ऑफिशियल हैंडल से शेयर किया जाएगा। धन्यवाद। Come on!
आप सभी दर्शकों से निवेदन है कि राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान में अपने अपने स्थान पर खड़े हो जाए। साथ ही दौरान शांति में रखें तथा किसी भी नारे आदि का प्रयोग न करें। वे दर्शक जो वर्दी में है उनसे निवेदन है कि राष्ट्रीय ध्वज को सैल्यूट दें। अब आप मेरे साथ 3 बार हिंदुस्तान जिंदाबाद के नारे लगाएंगे। हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, हिंदुस्तान जिंदाबाद, जिंदाबाद, जिंदाबाद।
कृपया स्वर्ण जयंती द्वार के रास्ते